നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലേക്ക് എത്തുകയാണ്. 15-നും 19-നും കേരളത്തിൽ സന്ദർശനം നടത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച പത്തനംതിട്ടയിലാണ് ആദ്യ പരിപാടി. നാളെ അയ്യപ്പന്റെ മണ്ണായ പത്തനംതിട്ടയിലേക്ക് മോദി എത്തുമ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് നെഞ്ചിടിപ്പേറുകയാണ്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. 12ഓടെ പ്രധാനമന്ത്രി സമ്മേളന വേദിയിലെത്തും. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തും. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങും. പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിലെത്തുന്ന പ്രധാനമന്ത്രിയെ നേതാക്കളും ജില്ലാ ഭരണകൂടവും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് റോഡ് മാർഗം 11 മണിയോടെ സമ്മേളന വേദിയായ ജില്ലാ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി എത്തും. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അനുഗ്രഹത്തോടെയാണ് അനിൽ ആന്റണി അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപേ അനിലിന്റെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണ്ഡലത്തിലേക്ക് എത്തുന്നതിൽ നിന്നു തന്നെ കേവലം അനിലിന്റെ വിജയം മാത്രമല്ല, വൻ ഭൂരിപക്ഷം കൂടിയാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എന്ന് വ്യക്തം. നിലവിൽ BJPയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമാണ് അനിൽ ആന്റണി. മുൻകാലങ്ങളിൽ ഈ ചുമതല വഹിച്ച നിർമ്മല സീതാരാമനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഇന്ന് കേന്ദ്രമന്ത്രിമാരാണെന്നത് ഇതിനൊപ്പം കൂട്ടി വായിക്കണം. മണ്ഡലത്തിലേക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി അനിൽ എത്തിയതിനർത്ഥം ഇതാണ്. അതേസമയം പ്രധാനമന്ത്രിയും BJPയുടെ പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അടക്കം 60 പേർക്കാകും വേദിയിൽ ഇരിപ്പിടം. മുൻനിരയിൽ 2 ബ്ലോക്കുകളിലായി സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് VIP ഇരിപ്പിടങ്ങൾ ഒരുക്കും. ഓരോ ബൂത്തിൽ നിന്നും 200 പ്രവർത്തകരെ വീതം പങ്കെടുപ്പിക്കാനാണ് NDA സംസ്ഥാന കമ്മിറ്റി നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 50,000 പ്രവർത്തകർക്ക് സ്റ്റേഡിയത്തിൽ ഇരിപ്പിടമുണ്ടാകുമെന്നും 1,00,000 പ്രവർത്തകരെ പരിപാടിയിൽ അണിനിരത്തുമെന്നും BJP ജില്ലാ നേതൃത്വം അറിയിച്ചു. പകൽ സമയത്തെ ഉയർന്ന താപനില കണക്കിലെടുത്ത് പന്തലിൽ ഫാനുകൾ അടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലെ സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ജില്ലാ പോലീസ് മേധാവി V. അജിത്, പത്തനംതിട്ട DYSP B. വിനോദ്, സുരക്ഷാ ചുമതലയുള്ള SPG, മറ്റ് ഉദ്യോഗസ്ഥർ സ്റ്റേഡിയം സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.